ഹായ് എവറിവൺ, ഞാൻ സ്വാതി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ നീറ്റ് എക്സാം അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജിനെ കുറിച്ചാണ്. ഞാൻ എക്സാം പോലെത്തിട്ട് ആദ്യം ചെയ്യാറുണ്ടായിരുന്ന കാര്യം കുറച്ച് നേരം ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഒന്നുമില്ല, എൻ്റെ മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡീപ്പായിട്ട് ശ്വാസം എടുക്കും, ശ്വാസം പുറത്തു വിടും. അങ്ങനെ കുറച്ച് നേരം ചെയ്തിട്ട് ഒന്ന് മൈൻഡ് കാമാക്കാൻ നോക്കുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ബി അവെയർ ഓഫ് യുവർ എൻവയോൺമെന്റ്. അതായത് ആക്ച്വൽ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സെന്റർ ഏതാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന ക്ലാസ് റൂം എങ്ങനെയാണെന്നൊന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത്, പ്രിപ്പയർ ഫ്രം ദ വേഴ്സ്റ്റ് എൻവയോൺമെന്റ് ദാറ്റ് യു ക്യാൻ ഹാവ്. അതായത് ആക്ച്വൽ നീറ്റ് എക്സാം സെന്ററിൽ ഒരു പക്ഷേ ഇൻവിജിലേറ്റേഴ്സ് പരസ്പരം സംസാരിച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറത്തുള്ള വേറെ എന്തെങ്കിലും ഒരു നോയ്സ് കാരണം നമുക്ക് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാം ഹോളിന്റെ ഉള്ളിലോട്ട് നമ്മുടെ വാച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ എക്സാം ഹോളിലും ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ഫ്രണ്ടത്തെ ബെഞ്ചിലാണ് നമ്മുടെ റോളിനും അസൈൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടത്തെ ബെഞ്ചിൽ നിന്ന് ഏറ്റവും ഫ്രണ്ടിലുള്ള വാളിലുള്ള ക്ലോക്ക് നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ റൂംമേറ്റിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ക്ലാസ് റൂം ഒന്നും കിട്ടണമെന്നില്ല. ചിലപ്പം ഫാനൊക്കെ കേടായിട്ടുള്ള ക്ലാസ് റൂമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, മെയ് മാസത്തിലാണ് എക്സാം വരാൻ പോകുന്നത്, നല്ല ചൂടായിരിക്കും. അപ്പോൾ ഫാനൊന്നും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. പിന്നെ എനിക്ക് എക്സാം സെന്ററിൽ നേരിടേണ്ടി വന്നൊരു പ്രശ്നമായിരുന്നു, ഞങ്ങളുടെ സെന്ററിൽ ഈ ഗേൾസിന് മുടി കൊടുക്കുന്ന ബണ്ണില്ലേ, അത് അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ അന്ന് മുടി പുട്ടപ്പ് ചെയ്യാൻ മാത്രം ലെങ്ത് ഇല്ല, എന്നാൽ എനിക്ക് തീരെ ലെങ്ത് കുറവുമല്ല. അതായത് അഴിച്ചിട്ടാൽ ഭയങ്കര ചൂടെടുക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ കുറെ പുട്ടപ്പ് ചെയ്യാൻ നോക്കി എക്സാം എഴുതുന്നതിന്റെ ഇടയ്ക്ക്, അത് അഴിഞ്ഞു പോരും, പിന്നെയും ഞാൻ പുട്ടപ്പ് ചെയ്യും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പക്ഷെ ഞാൻ വേറെ സെന്ററിൽ എഴുതിയ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് അതൊന്നും പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മുടെ സെന്ററിലുള്ള ഇൻവിജിലേറ്റേഴ്സ് എന്തൊക്കെയാണ് പറയാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ എൻവയോൺമെന്റ്സിന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ ആക്ച്വൽ നീറ്റ് എക്സാമിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും നിങ്ങൾക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യം, ഞാൻ എക്സാം എഴുതുന്ന രീതി, അതായത് ഏത് ഓർഡറിലാണ് അല്ലെങ്കിൽ എത്ര റൗണ്ടിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ സമയത്ത് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് പ്രാക്ടീസ് ചെയ്യണം. ഏതൊക്കെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതി ശീലിച്ചാൽ നിങ്ങൾക്ക് അത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ആപ്പാണ് ടെക്സ്റ്റ് ബുക്ക് പാസലേറ്റ്. നീറ്റിന്റെ സിമിലർ ഇന്റർഫേസ് ഉള്ള ഓൾമോസ്റ്റ് 141+ മോക്ക് ടെസ്റ്റ് ആണ് ഈ ആപ്പിലുള്ളത്. 9 പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, 10 ഫുൾ ടെസ്റ്റ് ആൻഡ് 90-ലധികം ചാപ്റ്റർ ടെസ്റ്റ് അതെ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് 3 സബ്ജക്ട്സിന്റെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഫോർമുലാസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ട്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓരോ ടെസ്റ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനും അനാലിസിസും നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് വീക്കർ ആയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് എത്ര തവണ എഴുതണോ അത്രയ്ക്കും തവണ നിങ്ങൾക്ക് അത് എഗെയിൻ ആൻഡ് എഗെയിൻ അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ വീക്കർ ഏരിയാസ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാം. ടോട്ടൽ 6 months വാലിഡിറ്റി ഉള്ള ഈ ടെസ്റ്റ് സീരീസിന് വെറും 719 rupees ആണ് പ്രൈസ് വരുന്നത്. മാർക്കറ്റിൽ ഇത്രയും ലെസ് പ്രൈസിൽ മേ ബി ഇത്രയും ടെസ്റ്റ് സീരീസും PYTസും നോട്ട് ബുക്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോംബോ ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ടെസ്റ്റ് സീരീസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇഫ് അത് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീ ടെസ്റ്റെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്. സോ കമ്മിങ് ബാക്ക് ടു മൈ പേപ്പർ അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ഓർഡർ. ആദ്യം ഞാൻ ഓർഡറിനെ പറ്റി സംസാരിക്കാം. യൂഷ്വലി ഒരു 90% ഓഫ് സ്റ്റുഡൻസും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഒരു ഓർഡറിലല്ലേ പോവാ. പക്ഷെ എനിക്ക് ആ ഓർഡർ തീരെ പറ്റില്ലായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കോച്ചിങ് തുടങ്ങി അന്ന് മുതൽ എനിക്ക് ആ ഒരു ഓർഡറിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു എക്സാം എഴുതിയിട്ടില്ല. ഞാൻ മോസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാറ് ഫിസിക്സ് വെച്ചിട്ടായിരുന്നു. പക്ഷെ ഫിസിക്സ് തന്നെ ഈ ആദ്യത്തെ ഞങ്ങൾ എഴുതുന്ന സമയത്ത് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ 45 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് 45 എടുക്കാം. അപ്പോൾ ഈ 45 ക്വസ്റ്റ്യൻസും ഒറ്റൊരു സ്ട്രെച്ചിൽ എനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പകുതി ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, പിന്നെ ഞാൻ കെമിസ്ട്രി എടുക്കും അല്ലെങ്കിൽ ബയോളജി എടുക്കും. എനിക്ക് അങ്ങനെ സ്പെസിഫിക് ഓർഡർ ഇല്ലായിരുന്നു. പക്ഷേ മോസ്റ്റ്ലി ഞാൻ ഫിസിക്സ് എന്നായിരുന്നു തുടങ്ങുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും ഇതേ ഓർഡർ ശീലിച്ചതായിരിക്കും. മീൻസ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നായിരിക്കും പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബി ഫ്ലെക്സിബിൾ വിത്ത് ദ ഓർഡർ. അതായത് എപ്പോഴും ഇതേ ഓർഡറിൽ ഞാൻ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത്. കാരണം ഇപ്പൊ ഞങ്ങളുടെ നീറ്റ് എക്സാമില് ബയോളജി ആയിരുന്നു.
ഏറ്റവും ഡിഫിക്കൽട്ട്. ഫിസിക്സും കെമിസ്ട്രിയും നല്ല ഈസി ആയിരുന്നു. അപ്പൊ എപ്പോഴും ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് യൂഷ്വലി ഒരു 35-40 മിനിറ്റ്സിൽ ബയോളജി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഞങ്ങളുടെ പേപ്പർ കുറച്ചധികം ഒരു NCERT പുറത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ആവറേജ് സ്റ്റുഡൻസ് ഒരു 1 hour അടുത്തൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പൊ ആ എക്സ്ട്രാ എടുക്കുന്ന ഓരോ ടൈമിലും ആ കുട്ടിയുടെ സ്ട്രെസ് ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ബയോളജിക്ക് പോലും ഞാൻ ഇത്ര സമയം എടുത്തു. അപ്പൊ ഫിസിക്സ് ആണ് എനിക്ക് ഏറ്റവും ടഫ്. അപ്പൊ ഫിസിക്സിനൊക്കെ ഞാൻ എവിടുന്ന് സമയം കണ്ടെത്തും? ഇതൊക്കെ ആയിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ അല്ലേ? പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫിസിക്സിന്റെ പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ അതാ കുട്ടിക്ക് അറിയില്ല ഫിസിക്സിന്റെ പേപ്പർ അത്ര ഈസിയാണ്. അപ്പൊ ഞാനിങ്ങനെ സ്ട്രെസ് ബിൽഡപ്പ് ആക്കേണ്ട ആവശ്യമില്ല എന്നറിയില്ല. നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ് കൂടുകയാണെങ്കിൽ നമുക്ക് എന്താ ആലോചിക്കാനും കറക്റ്റ് വേയില് കാൽക്കുലേറ്റ് ചെയ്യാനും കറക്റ്റ് ഉത്തരത്തിലൊക്കെ എത്താനുള്ള ചാൻസസ് കുറഞ്ഞു വരും. അപ്പോൾ എപ്പോഴും ഈ ഓർഡറിൽ ഒന്ന് ഫ്ലെക്സിബിൾ ആയാൽ നല്ലതായിരിക്കും. അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഫിസിക്സ് ഒരു കുട്ടി ലാസ്റ്റില് 45 ക്വസ്റ്റ്യൻസും ഒറ്റ റൗണ്ടിൽ എഴുതി പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ലാസ്റ്റിലോട്ട് ആകുമ്പോഴത്തേക്ക് ഓൾറെഡി ടയേർഡ് ആയിരിക്കും. ഒറ്റ റൗണ്ടിൽ ഫിസിക്സ് എഴുതാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എനിക്കറിയില്ല, എനിക്ക് പറ്റില്ലായിരുന്നു കേട്ടോ. ഞാൻ പകുതി ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകിൽ ബയോളജിയിൽ ഒരു പകുതി ക്വസ്റ്റ്യൻസ് ചെയ്യും, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഒരു പകുതി ക്വസ്റ്റ്യൻസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അത് എൻ്റെ ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ്. നിങ്ങൾ അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എഴുതാൻ നോക്കും. അടുത്ത കാര്യം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ ഒറ്റ റൗണ്ടിൽ മാത്രമായിരിക്കരുത് എക്സാം എഴുതുന്നത്. ഞാൻ എപ്പോഴും 2 അല്ലെങ്കിൽ ഒരു 3 റൗണ്ടിലൊക്കെ ചെയ്യാൻ നോക്കുന്നത്. അതായത് ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മീൻസ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ആൻസർ കണ്ടെത്തി പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വേഗം ചെയ്യും. എന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ റൗണ്ട് ചെയ്തിടും. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ വന്നിട്ട് ഈ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യും. അത് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൂന്നാമത്തെ റൗണ്ടിൽ അതായത് 2 റൗണ്ടും കഴിഞ്ഞിട്ടും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഒരു പേപ്പറിൽ, അതൊക്കെ ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കൂടിപ്പോയ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എനിക്ക് മിച്ചം വരുന്ന സമയത്ത് ഇരുന്ന് കുറെ ആലോചിച്ച് നോക്കും. ചിലപ്പോൾ ഒന്ന് കാമായിട്ടിരുന്ന് ആലോചിക്കുമ്പം ഈസി ആയിട്ട് ആൻസറിൽ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് സമയം എടുത്ത് ചെയ്യാലോ എന്നുള്ള രീതിക്ക് ലാസ്റ്റിലോട്ട് വെക്കും. അതായത് മാക്സിമം സ്പീഡിൽ എക്സാം ചെയ്യാൻ നോക്കും. എന്നിട്ട് ലാസ്റ്റിലോട്ട് വരുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന് കുറച്ച് എക്സ്ട്രാ ടൈം കണ്ടെത്തുക എന്നുള്ള ഒരു എയിമിന് സ്പീഡിൽ ചെയ്യാൻ നോക്കുക. പിന്നെ OMR മാർക്കിംഗ്. നിങ്ങൾ ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ OMRൽ മാർക്ക് ചെയ്ത് ശീലിക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങിക്കോ. നിങ്ങൾ ലാപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ടാബിലോ ഫോണിലോ എന്തിലാണ് നിങ്ങൾ എന്താ എക്സാം എഴുതുന്നുണ്ടെങ്കിലും അടുത്തൊരു OMR ഷീറ്റ് വെക്കുക, അതിൽ മാർക്ക് ചെയ്ത് പഠിക്കുക. കാരണം OMR മാർക്ക് ചെയ്യല് അതൊരു കഴിവ് തന്നെയാണ്. നമ്മളൊക്കെ മാറിയിട്ടൊക്കെ മാർക്ക് ചെയ്തു പോകും. കറക്റ്റ് ആൻസർ ഇപ്പൊ 15ന്റെ ആൻസർ എഴുതാൻ നോക്കുന്നത് അറിയാണ്ട് അടുത്ത് 16 ഒക്കെ ഇട്ട് പോകും. അങ്ങനെ പറ്റാണ്ടിരിക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അപ്പം തന്നെ പോയിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പം ഇങ്ങനെ മാറിപ്പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല കേട്ടോ. ഇപ്പൊ എന്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് പറയാനല്ലോ. ഞാൻ ചെയ്യാറൊരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നിച്ച് പേപ്പറിൽ ഇങ്ങനെ കറക്റ്റ് ആൻസർ കണ്ടിട്ട് പേപ്പറിൽ ടിക്കിടും, മീൻസ് കറക്റ്റ് ആൻസർ ടിക്കിടും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒന്നിച്ചിരുന്നിട്ട് ബബിൾ ചെയ്യും. കാരണം എനിക്ക് ബബിൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും എന്റെ തല ടയേർഡ് ആയിട്ടുണ്ടാവും. എന്താ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇനിയുള്ള കുറച്ച് സമയം ഒരു മിനിറ്റ് ഒക്കെ ഞാൻ ഇതിന്ന് ബബിൾ ചെയ്യും. അപ്പൊ എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. ഇതൊക്കെ എന്റെ ലോജിക്കാണ്. നിങ്ങൾക്ക് അത് എന്താ കണക്ട് ആവുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എനിവേസ് ഇപ്പൊ എല്ലാ രീതിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സാം റൈറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊക്കെ ഡിഫറെന്റ് പേഴ്സൺ ആണ്. നിങ്ങളുടെ പ്രൊഫസേഴ്സ് പറയുന്നത് അവരുടെ ആസ്പെക്റ്റിലാണ്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു എക്സാം അറ്റൻഡിങ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ടോട്ടൽ 3 hours അല്ലേ ഡ്യൂറേഷൻ. ഒരു 2.5 hours അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 2 hour 45 minutes അതിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ നോക്കാം ഇപ്പൊ എഴുതുന്ന എക്സാംസ് ഒക്കെ. കാരണം നമ്മളുടെ ആക്ച്വൽ നീറ്റ് എക്സാം ആകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ അനൗൺസ്മെന്റ്സ് ഉണ്ടാവും. അതായത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുവാണ് ബേസിക്കലി. പിന്നെ ഇടയ്ക്ക് വന്ന് നമ്മൾ ഓരോ ഒപ്പിടേണ്ടി വരും. നമ്മൾ ഇട്ടത് കറക്റ്റ് ആണോ നോക്കാൻ ഇൻവിജിലേറ്റേഴ്സ്, മീൻസ് നമ്മൾ മാർക്ക് ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കാൻ ഇൻവിജിലേറ്റേഴ്സ് വരും. പിന്നെ എക്സാം ആകുമ്പോൾ നമുക്ക് ആക്ച്വൽ നീറ്റ് ആകുമ്പോൾ കുറച്ച് സ്ട്രെസ് വരും. അപ്പൊ ഇതിനൊക്കെ ഒരു കുറച്ച് ടൈം നമ്മൾ യൂഷ്വലി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തേക്കാം. അപ്പം
അതിപ്പോഴേ ശീലിക്കുന്ന രീതിക്ക് ഒരു കുറച്ച് ടൈം നിങ്ങൾ ലാസ്റ്റിലോട്ട് മിച്ചം വരുത്തുന്ന രീതിക്ക് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ലാസ്റ്റ് ബട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്. നീറ്റ് എക്സാം എന്ന് പറയുന്നത് വെറും നമ്മുടെ ഒരു നോളജ് അളക്കാനുള്ള മാത്രം ഒരു എക്സാം അല്ല. അതിപ്പോ എന്ത് എക്സാം ആയാലും അതിൽ നിങ്ങൾ എത്രത്തോളം നല്ല രീതിക്ക് ടൈം മാനേജ് ചെയ്യുന്നു, ആ ടൈം മാനേജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത്രയും ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾ എത്രത്തോളം ഹാൻഡിൽ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സത്യത്തിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു ഹോൾ പ്രോസസ്സിൽ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ മെച്ചപ്പെടുത്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റൊരു ആൻസറേ ഉള്ളൂ: പ്രാക്ടീസ്. നമുക്ക് ബൈ പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് ഇതൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഞാൻ എൻ്റെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മോക്ക് ടെസ്റ്റ് ഒരുപാട് എഴുതുക. വെറുതെ പറയുന്നതല്ല, ബിക്കോസ് അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഒരു കാര്യമില്ല കേട്ടോ, അത് പ്രോപ്പറായിട്ട് അനലൈസിസ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് മോക്ക് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ച് അത് നിങ്ങൾ സ്ട്രോങ്ങർ ആക്കാം. ഓക്കെ, എനിക്ക് അത്രയാണ് പറയാനുള്ളൂ. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.